ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇൻഡിഫറൻസ് കർവിന്റെ മൂന്നാമത്തെ ഫീച്ചറാണ്, അതായത് മൂന്നാമത്തെ പ്രോപ്പർട്ടി. ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് പരിചയത്തിലുള്ള +1 +2 സ്റ്റുഡൻസിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരോടും പറയണം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ടു ഇൻഡിഫറൻസ് കർവ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പരസ്പരം ക്രോസ് ചെയ്ത് കടന്നു പോവില്ല. അതാണ് ഇന്റർസെക്ട് എന്ന് പറയുന്നത്. ഇനി അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അത് എങ്ങനെ പ്രൂവ് ചെയ്യാന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു പിക്ചർ ഉണ്ട് താഴെ. അതിൽ ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ട് ഇൻഡിഫറൻസ് കർവുകളെ കാണാം, IC1 ആൻഡ് IC2. ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഇന്റർസെക്ട് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാവുന്നത് IC1ഉം IC2ഉം ഡിഫറെന്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് A ആണ്. അതിന് മുകളിലേക്ക് IC2 മുകളിലും IC1 താഴെയാണ്. ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ IC1 മുകളിലും IC2 താഴെയുമാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഹയർ ഇൻഡിഫറൻസ് കർവിൽ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനും ലോവർ ഇൻഡിഫറൻസ് കർവിൽ ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനും ആണ്. അപ്പോൾ A മുതൽ മുകളിലേക്ക് IC2വിൽ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനും A മുതൽ താഴേക്ക് IC2വിൽ IC1നേക്കാൾ കുറവ് സാറ്റിസ്ഫാക്ഷനുമാണ്. അപ്പൊ നമ്മൾ ഇത് വരയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു അബ്സേർഡ് ഐഡിയ ആണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ ഒന്നുകൂടെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ രണ്ട് ഡിഫറെന്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഹയർ ഇൻഡിഫറൻസ് കർവ് എപ്പോഴും ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനും ലോവർ ഇൻഡിഫറൻസ് കർവ് എപ്പോഴും ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനുമാണ് റെപ്രസെന്റ് ചെയ്യുക. Aയിൽ 18 മാംഗോയും 5 ബനാനയും അടങ്ങുന്ന ഒരു ബണ്ടിലാണുള്ളത്. ഈ A എന്ന് പറയുന്ന പോയിന്റ് IC1ലുണ്ട് IC2ലുണ്ട്. അപ്പോൾ IC1ലും IC2ലും ഇതുണ്ടെങ്കിൽ ഈ രണ്ട് ഇൻഡിഫറൻസ് കർവും സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് പറയേണ്ടി വരും. ഇനി അതല്ല, അത് തെറ്റാണെന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് നമ്മുടെ ഈ പിക്ചർ തന്നെ മതി. Bയിൽ 15 മാംഗോയും 8 ബനാനയുമാണുള്ളത്. Cയിൽ 10 മാംഗോയും 8 ബനാനയുമാണുള്ളത്. അപ്പോൾ ഇത് രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ, ഈ രണ്ട് പോയിന്റുകളെ നോക്കുക. 15 മാംഗോയിൽ നിന്ന് 8 ബനാനയിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനേക്കാൾ കുറവാണ് 10 മാംഗോയിൽ നിന്നും 8 ബനാനയിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. ഇനി നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾ അനുസരിച്ച് 18 മാംഗോയിൽ നിന്നും 5 ബനാനയിൽ നിന്നും കിട്ടുന്ന സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് 15 മാംഗോയിൽ നിന്നും 8 ബനാനയിൽ നിന്നും കിട്ടുന്നത്. ഇനി 18 മാംഗോയിൽ നിന്നും 5 ബനാനയിൽ നിന്നും കിട്ടുന്ന സെയിം സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് 10 മാംഗോയിൽ നിന്നും 8 ബനാനയിൽ നിന്നും കിട്ടുന്നത്. ഇതാണ് ഈ പിക്ചറിന്റെ എക്സ്പ്ലനേഷൻ. ഇനി നമുക്ക് ടേബിളിലേക്ക് പോവാം. ടേബിൾ പറഞ്ഞതിന് Aയും Cയും ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, Aയും Bയും ഒരു ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. 18 മാംഗോയും 5 ബനാനയും നൽകുന്ന സാറ്റിസ്ഫാക്ഷനാണ് 15 മാംഗോയും 8 ബനാനയും നൽകുന്നത്. 18 മാംഗോയും 5 ബനാനയും നൽകുന്ന സാറ്റിസ്ഫാക്ഷനാണ് 10 മാംഗോയും 8 ബനാനയും നൽകുന്നത്. എന്ന് പറഞ്ഞാൽ Aയും Cയും ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നു, Aയും Bയും ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നു. Aയും Cയും IC2ലും Aയും Bയും IC1ലുമാണ്. അങ്ങനെയാണെങ്കിൽ Aയും Cയും IC1ലും Aയും Bയും IC2ലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ Aയും Cയും നൽകുന്ന സാറ്റിസ്ഫാക്ഷനും Aയും Bയും നൽകുന്ന സാറ്റിസ്ഫാക്ഷനും ഒന്നാണെങ്കിൽ Bയും Cയും നൽകുന്ന സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കണം? ഒന്നായിരിക്കണം. ഇനി ആ Bയും Cയും തരുന്ന കോമ്പിനേഷനുകളൊന്നും നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ 15 മാംഗോയും 8 ബനാനയും 10 മാംഗോയും 8 ബനാനയും. അപ്പൊ ഈ 5 മാംഗോയിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അവിടെ പോയി. 5 മാംഗോയിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി നമുക്ക് അവിടെ പോയി എന്ന് പറഞ്ഞാൽ, പിക്ചറിലേക്ക് വന്നാൽ
ഈ പോയിന്റും ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് നൽകുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ചെയ്യുന്നത് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയായിരിക്കില്ല. ഇൻഡിഫറൻസ് കർവ് നൽകുന്നത് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് നമ്മൾ എവിടുന്ന് പഠിച്ചിട്ടുണ്ട്. ഇൻഡിഫറൻസ് കർവ് പഠിച്ചപ്പോൾ അതിന്റെ തിയറിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ മൂവ് ചെയ്യാനുള്ള കാരണം ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ടാണ്. ആ ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഇതുമേലുള്ള ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും എന്തായിരിക്കുന്നത്? ഈക്വൽ ആയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ച സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർസെക്റ്റിംഗ് ലൈനും കൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതല്ല എന്ന് നമുക്ക് അപ്പം ബോധ്യം വരണം. ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ ഇൻ ദി എബോവ് പിക്ചർ കോമ്പിനേഷൻ A and C are on IC2 and A and B are on IC1. A is equal to 18 mangoes and 5 bananas and combination B is equal to 15 mangoes and 8 bananas. These combinations are on IC1. IC1-ലുള്ള രണ്ട് കോമ്പിനേഷൻ ആണ് എയും ബിയും. കോമ്പിനേഷൻ A is equal to 18 mangoes and 5 bananas and C is equal to 10 mangoes and 8 bananas. These are in IC2. ഈ IC1-ലും IC2-ലും ഒരു കോമ്പിനേഷൻ ഈക്വൽ ആണ്. ഏത്? എ. അങ്ങനെയാണെങ്കിൽ ബിയും സിയും നൽകുന്ന സാറ്റിസ്ഫാക്ഷനും എന്ത് തന്നെ ആയിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്. ബിയും സിയും നൽകുന്ന സാറ്റിസ്ഫാക്ഷൻ ഈക്വൽ അല്ല. കാരണം ബിയിൽ 15 മാംഗോയും 8 ബനാനയും സിയിൽ 10 മാംഗോയും 8 ബനാനയുമാണുള്ളത്. അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷൻ ബിയും സിയും ഡിഫറൻ്റ് ആണ്. ആ രണ്ട് ഡിഫറെന്റ് കോമ്പിനേഷനുകൾ നൽകുന്ന സാറ്റിസ്ഫാക്ഷൻ എയോട് ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം അത് ഡിഫറെന്റ് തന്നെയായിരിക്കും. The picture explains that satisfaction derived from combination A and B is equal and A and C is equal. This is an absurd explanation. ഈ എക്സ്പ്ലനേഷൻ അപഹാസ്യമാണ്. ബിക്കോസ് എ ഈസ് കോമൺ ഇൻ ടു ഇൻഡിഫറൻസ് കർവ്സ്. ദാറ്റ് ഈസ് ടു ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ രണ്ട് ഇൻഡിഫറൻസ് കർവുകളും ഒരേ ലെവൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് പറയാൻ നമ്മളെ കൊണ്ടാവില്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ രണ്ട് ഡിഫറെന്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് നൽകുന്നതെന്ന്. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിക്കുകയാണ്. ഇനി രണ്ട് ടേമുകളിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. മോണോട്ടോണിക് പെർഫറൻസ് ആൻഡ് ഇൻഡിഫറൻസ് മാപ്പ്. അത് രണ്ടും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ നമ്മളെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഒരു 45 മിനിറ്റ് നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ എടുക്കണം. ആ ക്ലാസ് തീരും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മോണോട്ടോണിക് പ്രിഫറൻസും ഇൻഡിഫറൻസ് മാപ്പും എന്താണെന്ന് പഠിക്കാം. ഇവിടെ വെച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ആദ്യം ഞാനൊരു റിക്വസ്റ്റ് ചെയ്തിരുന്നു, അത് നിങ്ങൾ മറന്നു പോകരുത്. താങ്ക് യു.